മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന കുറേ ഇഫക്റ്റുകളുണ്ട്. ഇതിൽ ഒരു ഇഫക്റ്റ് ഹനുമാൻ ഇഫക്റ്റ് എന്ന് പറയും. അതിന് അങ്ങനൊരു പേര് വരാനുള്ള കാരണം സീതാന്വേഷണ വേളയിൽ സുഗ്രീവൻ എല്ലാവരോടും പറഞ്ഞു, ഗ്രൂപ്പുകളായിട്ട് 4 ദിശയിലേക്ക് പോകണം, സീത എവിടെ ഉണ്ടെന്ന് അറിയണം. അപ്പോഴാണ് ചർച്ചകളെല്ലാം കഴിഞ്ഞ് ഡിസിഷനുകളെല്ലാം എടുത്ത് ഗ്രൂപ്പുകളെല്ലാം തിരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയിലേക്ക് പോകാൻ ആരുമില്ല. കാരണം വലിയൊരു കടലിടുക്കുണ്ട്. കുറെ പേർക്കറിയാം ഹനുമാൻ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന്. ഹനുമാനോട് പറഞ്ഞപ്പോൾ ഹനുമാൻ പറഞ്ഞു, എനിക്ക് സാധ്യമേ അല്ല, ഇത്രയും വലിയൊരു സമുദ്രം താണ്ടി അപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. ഇവിടെ ജാമ്പവാനും മറ്റുള്ളവരും എല്ലാവരും കൂടി ഹനുമാനെ എൻകറേജ് ചെയ്തു, മോട്ടിവേറ്റ് ചെയ്തു, നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു. പരിണതഫലം ഹനുമാൻ ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് അപകർഷതാബോധമുള്ള വ്യക്തിയിലും ആത്മവിശ്വാസമില്ലാത്ത വ്യക്തിയിലും ശുഭാപ്തി വിശ്വാസമില്ലാത്ത വ്യക്തിയിലും നമുക്ക് ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടാക്കാൻ നിരന്തരം അയാളെ പ്രോത്സാഹിപ്പിക്കാം. അയാളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, സാധാരണക്കാർ ചെയ്യുന്നതിനേക്കാൾ അസാധാരണമായ കാര്യങ്ങൾ അയാൾക്ക് നിർവഹിക്കാൻ സാധിക്കും. ഇപ്പൊ സാധാരണക്കാരെക്കാൾ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ കൊണ്ട്, പ്രത്യേകിച്ചും അപകർഷതാബോധമുള്ള വ്യക്തികളെ കൊണ്ട്, ആത്മവിശ്വാസമില്ലാത്ത വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കുവാൻ ആ വ്യക്തിയെ ഒരു പരിധിക്കപ്പുറം പ്രോത്സാഹിപ്പിക്കുക, വളരെ ഭംഗിയായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ലെവൽ കഴിയുമ്പോഴത്തേക്കും അയാൾ വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും. ഈ ഒരു ഹനുമാൻ ഇഫക്റ്റ് നമുക്ക് നമ്മുടെ മക്കളിൽ പ്രയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ ഓഫീസിലും സബോർഡിനേറ്റ്സിലും ആരിലും വേണമെങ്കിലും പ്രയോഗിക്കാം. 10 പൈസ ചെലവില്ലാത്തതാണ്. നല്ല രീതിയിൽ വസ്തുതാപരമായിട്ട് സത്യസന്ധമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കണമെന്ന് മാത്രം. അത് അയാളുടെ കഴിവും അയാളെ പോലെയുള്ളവരുടെ കഴിവുകളും എല്ലാം പറഞ്ഞുകൊടുത്ത് അയാളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അസാധാരണമായിട്ടുള്ള, ഈവൻ അമാനുഷികമായിട്ടുള്ള റിസൾട്ട് വരെ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. രണ്ടാമത്തെ മൈൻഡ് എന്ന് പറയുന്നത് അഭിമന്യു ഇഫക്റ്റ് ആണ്. അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ കുറേ മന്ത്രങ്ങളും കഥകളും അനുഭവങ്ങളും എല്ലാം കേൾപ്പിക്കുക. അതെല്ലാം ആ കുട്ടിയിൽ അസാധാരണമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കും. അടുത്ത കാലത്ത് സയൻസ് തെളിയിക്കേണ്ടായി അമ്മയുടെ ഹാർട്ട് ബീറ്റിന്റെ റിഥം ആ കുട്ടിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. കരയുന്ന കുട്ടിക്ക് അമ്മയുടെ ഹാർട്ടിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് ചെവിയിൽ ഇത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് കുട്ടി കരച്ചിൽ നടത്തും. അമ്മയുടെ ഹാർട്ട് ബീറ്റ് മാത്രമേ ആ കുട്ടി റിയലൈസ് ചെയ്യുള്ളൂ. അപ്പൊ അമ്മയിലൂടെ അകത്തേക്ക് പോകുന്ന ഭക്ഷണവും ഊർജവും പോലെ അമ്മ കേൾക്കുന്നതും അമ്മ കാണുന്നതും അമ്മ ചർച്ച ചെയ്യുന്നതും അമ്മ ചിന്തിക്കുന്നതും കുട്ടിയെ സ്വാധീനിക്കുന്നു. അതിന് പറയുന്ന പേരാണ് അഭിമന്യു ഇഫക്റ്റ്. അതുകൊണ്ട് എല്ലാ ഗർഭിണികളും നല്ല വേദമന്ത്രങ്ങൾ കേൾക്കുക, നല്ല മനസ്സുള്ളവരാവുക, നല്ല കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ കേൾക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷത്തോടുകൂടി ഇരിക്കുക. അപ്പൊ അതെല്ലാം ഈ കുട്ടിയിലെ സ്വാധീനിക്കും കുറേയേറെ. അതിന് പറയുന്ന എഫക്റ്റാണ് അഭിമന്യു ഇഫക്റ്റ്. ഇനിയും എഫക്റ്റ് ഉണ്ട്, വേണമെങ്കിൽ മോഡി എഫക്റ്റ് എന്ന് പറയാം. എല്ലാവരും ചീത്ത പറഞ്ഞ്, എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ്, അവഹേളിച്ച്, കൊലപാതകി എന്ന് പറഞ്ഞ്, ഭീകരൻ എന്ന് പറഞ്ഞ് മുദ്രകുത്തിയ ഒരു മനുഷ്യൻ അതിനെല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. അത് ആയുധം ഉപയോഗിച്ചോ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് ലെനിനും സ്റ്റാലിനും എല്ലാം പറഞ്ഞതുപോലെയോ മാവോ സേതുങ് ചെയ്തതുപോലെയോ ഒന്നുമല്ല. ഒരു വൻ സമൂഹം എതിരാളികളെ ഇലക്ഷനിലൂടെ അടിച്ചു വീഴ്ത്തിയാണ് മോഡി പ്രധാനമന്ത്രിയായത്. ഒരുപക്ഷെ LK അദ്വാനിയോ മുരളി മനോഹർ ജോഷിയോ അങ്ങനെ ആരായിരുന്നു
ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടതെങ്കിലും വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവിധ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് 0 ആയിരുന്ന, അല്ലെങ്കിൽ ഇവൻ നെഗറ്റീവ് ആയിരുന്ന മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. ഫോബ്സിന്റെ കണക്കുകൂട്ടൽ പ്രകാരം ലോകത്തിൽ ഏറ്റവും ആരാധ്യരായ വ്യക്തികളിൽ 9ാമത്തെ സ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ലിസ്റ്റ് പ്രകാരം ജീവിച്ചിരിക്കുന്നതിൽ 3ാമത്തെ ആളും ലോകപ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളിൽ 10ാമത്തെ ആളുമായിട്ട് അദ്ദേഹം എത്തി. ഒന്നുമില്ലാത്തതിൽ നിന്ന് ഇത്രയും ലെവലിലേക്ക് എത്തി. മാത്രമല്ല, മറ്റു പലരും എത്തുന്നത് 0-ൽ നിന്ന് ഹീറോ ആവലാണ്. പക്ഷെ മോഡി ആ ലെവലിലേക്ക് എത്തിയത്, മോഡി ഇഫക്റ്റ് എന്ന് പറയുന്നത് തന്നെ, ഗുജറാത്തിലെ കലാപത്തിന്റെ മുഴുവനും പാപഭാരം അങ്ങേരുടെ തലയിൽ കെട്ടിവെച്ച്, ഹിന്ദുത്വം എന്ന പാപഭാരം കെട്ടിവെച്ച്, ഈ BJPയിലെയും RSSലെയും ഓരോ വ്യക്തികളും ഓരോ സ്ഥലത്ത് പറയുന്ന ഓരോ നെഗറ്റീവുകളും അത് മുഴുവനും അങ്ങേരുടെ തലയിൽ കെട്ടിവെച്ച് അദ്ദേഹത്തിനെ ഏറ്റവും വലിയ നികൃഷ്ടനും നീചനുമാക്കിയതിൽ നിന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് മനസ്സിലെ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരത്തിലെ ക്രിയാശക്തിയും കൊണ്ടാണ്. 9 ദിവസം നവരാത്രി പട്ടിണി കിടന്നിട്ടും ശരീരത്തിലെ ക്രിയാശക്തി മാറിയില്ല. ഓരോ രാജ്യത്തിൽ പോകുമ്പോഴും എന്തെല്ലാമാണ് പറയേണ്ടത് എന്ന ജ്ഞാനശക്തി അദ്ദേഹത്തിനുണ്ട്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും തളരാത്ത ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ട്. അത് മോഡി എഫക്റ്റ് എന്ന് പറയാം. ഒരു മുക്കുവ കുടുംബത്തിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റും ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനുമായ അബ്ദുൽ കലാമിനെ അബ്ദുൽ കലാം എഫക്റ്റ് എന്ന് പറയാം. 0-ൽ നിന്ന് ഹീറോ ആയതാണ്. പക്ഷെ അദ്ദേഹത്തെ ആരും നെഗറ്റീവ് ആക്കിയിട്ടിരുന്നില്ല. നല്ല മോട്ടിവേഷനാണ് തുടക്കം മുതൽക്ക് കൊടുത്തിരുന്നത്, നല്ല അപ്രീസിയേഷനാണ് തുടക്കം മുതൽക്ക് കൊടുത്തിരുന്നത്. അതുപോലെ 189 രൂപ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയ എക്യുപ്മെന്റ് കൊണ്ട് ഡോക്ടർ CV രാമൻ നോബൽ സമ്മാനം വാങ്ങിച്ചു എങ്കിൽ ഡോക്ടർ KS കൃഷ്ണനാണ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. ക്രെഡിറ്റ് അദ്ദേഹത്തിന് CV രാമൻ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ആ CV രാമൻ പറഞ്ഞത് 1% ഇൻസ്പിറേഷൻ, 99% പെർസ്പിറേഷൻ. അതാണ് ശരിക്കും രാമൻ ഇഫക്റ്റ്. 1000 rupees വർത്ത് എക്യുപ്മെന്റ്, $1 million വർത്ത് ഹാർഡ് വർക്ക്. 1000 രൂപയുടെ ഉപകരണവും $10 ലക്ഷം പ്രയത്നവും ചേർത്താൽ നോബൽ പ്രൈസ് കിട്ടും. അതാണ് രാമൻ ഇഫക്റ്റ്. ഇനി ഒബാമ ഇഫക്റ്റ് ഉണ്ട്. ഒരു കെനിയൻ പാചകക്കാരന്റെ മകനാണ് ബറാക് ഹുസൈൻ ഒബാമ. എ ബ്ലാക്ക് മാൻ ഇൻ വൈറ്റ് ഹൗസ്. എവിടെയാണോ ബ്ലാക്ക് മാൻ ഒരിക്കലും എത്തില്ല എന്ന് പ്രതീക്ഷിച്ചത്, അവിടെ അദ്ദേഹം എത്തിയെന്ന് മാത്രമല്ല, ലോകത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. ഫോബ്സിന്റെ ഗ്രേറ്റ് മെന്റെ ലിസ്റ്റിൽ അദ്ദേഹം 3ാമത്തെയോ 4ാമത്തെയോ ആളാണ്. അപ്പൊ ശരിക്ക് ലോകത്തിലെ ഹനുമാൻ ഇഫക്റ്റ് ഉണ്ട്, അഭിമന്യു ഇഫക്റ്റ്, മോഡി ഇഫക്റ്റ്, അബ്ദുൽ കലാം ഇഫക്റ്റ്, രാമൻ ഇഫക്റ്റ്, ഒബാമ ഇഫക്റ്റ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും പുറകില് മനസ്സാണ്. എല്ലാത്തിൻ്റെയും പുറകില് മനസ്സാണ്. ശരീരം മനസ്സിന്റെ കൂടെ പോവാണ്. അതുകൊണ്ട് നിങ്ങൾക്കും നമുക്കുമെല്ലാം നമ്മളുടേതായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവണം. തളരാതെ, തകരാതെ, വരളാതെ വളരാൻ സാധിക്കുന്നൊരു എഫക്റ്റ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ലോകത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുക. ഞാൻ ഒരു കാര്യത്തിലും ഇടപെടില്ല, ഞാനായി, എൻ്റെ കാര്യമായി, അതാണ് സുഖം എന്ന് പറഞ്ഞ് ജീവിക്കരുത്. നിങ്ങൾക്ക് സാധിക്കുന്ന ലെവലിൽ എല്ലാം വർക്ക് ചെയ്യണം. പ്രസിഡൻഷ്യൽ അസോസിയേഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, പഞ്ചായത്ത് മെമ്പർ ആവണം, മുനിസിപ്പാലിറ്റി മെമ്പർ ആവണം, വായനശാലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എവിടെയെല്ലാം നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാനും ഉണ്ടാക്കിയത് മറ്റുള്ളവരെ പ്രകടിപ്പിച്ച് അവരെ മാർഗനിർദ്ദേശം നൽകാനും സാധിക്കുമോ അതെല്ലാം ചെയ്യണം. പലപ്പോഴും പലരും ധരിക്കുക ഞാനായി എൻ്റെ കാര്യം. സൗദി അറേബ്യയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ല, അവിടുത്തെ ഗവൺമെന്റ് എന്തിനാണ്? എത്ര പേരാണ് സൗദി അറേബ്യയിൽ ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നത്? മിഡിൽ ഈസ്റ്റിൽ എത്ര വ്യക്തികളാണ് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നത്? അവിടുത്തെ നിയമം വയലേറ്റ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഏറ്റവും കുറവ് ഈ സ്പീച്ചുകളുടെയൊക്കെ ലിങ്കുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. എല്ലാത്തിലും ഭയപ്പെട്ട് ഒന്നും ചെയ്യാതെ കുറേ വർഷങ്ങളോളം ജീവിച്ച്
ആർക്കും പ്രയോജനമില്ല. കുറെ ഭക്ഷണം കഴിച്ചു, ഭാര്യയ്ക്കും മക്കൾക്കും മാത്രം പ്രയോജനം ഉണ്ടായിട്ട് അവസാനിക്കുന്നതിന് പകരം നശീകരണാത്മകമല്ലാത്ത സർഗാത്മകമായ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ എഫക്റ്റുകളുടെ ഒക്കെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മക്കളെയും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി പഠിപ്പിച്ച് സീറോവിൽ നിന്ന് ഹീറോ ആവാനും നല്ല എഫർട്ട് എടുത്ത് റിസൾട്ട് ഉണ്ടാക്കാനും എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എല്ലാം പഠിപ്പിക്കണം. നമ്മൾ കഥകൾ കേൾക്കുമ്പോഴും ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് ആ മനസ്സ് നിങ്ങളുടെ മനസ്സായിട്ട് താരതമ്യം ചെയ്യണം. അത് നെഗറ്റീവാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആക്കണം. ജീവിത അനുഭവമാണ് പഠിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ബയോഗ്രഫി നമ്മൾ വായിക്കുമ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥയൊന്ന് നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മൾ അയാളുടെ മനസ്സ് നമ്മളിലാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. എന്നിട്ട് മനസ്സിനകത്ത് ഇച്ഛാശക്തി ഉണ്ടാക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യണം. എഴുതി വെച്ച് ടിക്ക് മാർക്ക് ചെയ്ത് ചെയ്യണം. തീർന്നത് ടിക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് പുതിയത് ഏറ്റെടുക്കണം. നല്ല റിസൾട്ട് കിട്ടുന്നതിനെ വർക്ക് ചെയ്യണം. ഒരു പോസിറ്റീവായിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം. മുഖത്ത് ഒരു പ്രസന്നത ഉണ്ടാവണം. എന്ന് പറഞ്ഞ ആളെ കൊണ്ട് യുദ്ധം കൃഷ്ണൻ ചെയ്യിപ്പിച്ചത് മനസ്സിനെ മാറ്റിയതാണ്. ദുര്യോധനൻ ജയിക്കുമെന്ന് അസാധാരണമായ അഹങ്കാരം ഉണ്ടായിരുന്നു. അനുഭവത്തിന്റെ വെളിച്ചത്തില് തകർന്നു പോയതാണ്. മകൻ മരിച്ചു എന്ന് കേട്ടിട്ട് തകർന്ന മനസ്സുമായിട്ടാണ് ദ്രോണാചാര്യ മരിച്ചത്. അതേപോലെ മനസ്സ് തളർന്നിട്ടാണ് വിതുരൻ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രനെ ഉപേക്ഷിച്ചു പോയത്. രാജ്യഭാരം ഏറ്റെടുക്കില്ല എന്ന് പറയുന്ന ശ്രീരാമനെ കൊണ്ട് വസിഷ്ഠ മഹർഷി ഉപദേശിപ്പിച്ചിട്ടാണ് രാജ്യഭാരം ഏറ്റെടുത്തത്. യോഗവാസിഷ്ഠമെന്ന ഒരു പക്ഷി പെടഞ്ഞ് വീണ് മരിക്കുന്ന ദൃശ്യമാണ് 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തിന് ജന്മം ലഭിച്ചത്. 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന ശാപമാണ് പരീക്ഷിത് മഹാരാജാവിനെ വേദനിപ്പിച്ചതും പിന്നീട് ഭാഗവതം കേട്ട് മരണത്തെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായതും എല്ലാം മാനസിക ആറ്റിറ്റ്യൂഡാണ്. നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള മനസ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവായ മനസ്സിനെ പോസിറ്റീവ് ആക്കാം. കോൺഫിഡൻസ് ഇല്ലാത്ത മനസ്സിനെ കോൺഫിഡൻസ് ഉള്ള മനസ്സാക്കാം. ഇരുട്ടിലുള്ള മനസ്സിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്കും അത് സാധിക്കട്ടെ. ഒരു ലീഡർ ആവണം ജീവിതത്തിൽ. പ്രണാമം. നമസ്കാരം.